എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Oppo Enco M31 ലേറ്റൻസി ടെസ്റ്റ് ആണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഗെയിം കളിക്കുമ്പോഴത്തേക്ക് ഡിലേ ഉണ്ടോ, അതല്ല വീഡിയോ കാണുമ്പോഴത്തേക്ക് ഡിലേ ഉണ്ടോ, ഇനി മൈക്ക് ക്വാളിറ്റി റൂമിനകത്ത് നിന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് നിന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് എന്നൊക്കെയുള്ള ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. എന്തായാലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് ആൻഡ്രോയിഡിന്റെ ഡിഫോൾട്ട് പ്ലെയറിൽ വീഡിയോ കാണുമ്പോഴത്തേക്ക് ലേറ്റൻസി ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ടത് ഇതിൻ്റെ ഡീഫോൾട്ട് പ്ലെയറിൽ നിന്നുമുള്ള ആ ഒരു ഔട്ട്പുട്ടാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടുള്ളൊരു ഔട്ട്പുട്ടാണ്. എന്തായാലും ഞാനിവിടെ MX പ്ലെയറിലാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Oppo Enco M31 നിന്നും ഇൻഡോറിനകത്ത് ഉള്ള ഒരു ക്വാളിറ്റിയാണ് മൈക്കിന്റെ. ഇപ്പോൾ 5-ലാണ് സ്പീഡ് ഞാൻ ഫാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു ഫാനിന്റെ സൗണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഈ ഒരു Oppo Enco M31 വെച്ചിട്ട് നമ്മുടെ ഡീഫോൾട്ട് പ്ലെയറിലായാലും അതുപോലെ തന്നെ തേർഡ് പാർട്ടി പ്ലെയറിലായാലും ഒരു വീഡിയോ കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരു ലേറ്റൻസി എന്നുള്ളത്. ഇനി നമുക്ക് യൂട്യൂബ്, പൊതുവെ എല്ലാവരും തന്നെ യൂട്യൂബും കാണാനൊക്കെ തന്നെയാണ് ഈ ഒരു നെക്ക് ബാൻഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് യൂട്യൂബിൽ എങ്ങനെയായിരിക്കും നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇയർഫോൺസുകളുടെയാണ്. അപ്പോൾ പൊതുവെ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് കൊള്ളാവോ, ആ ഒരു പ്രോഡക്റ്റ് കൊള്ളാവോ. എന്നാൽ ലോഞ്ചിങ്ങിന് മുന്നേ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറീസ് ചോദിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് റിയൽമിയുടെ ടെക് ലൈഫിന്റെ ഡിസോ വയർലെസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Oppo Enco M31 നിന്നും ഇൻഡോറിനകത്ത് ഉള്ള ആ ഒരു ക്വാളിറ്റിയാണ് മൈക്കിന്റെ. ഇപ്പോൾ 5-ലാണ് സ്പീഡ് ഞാൻ ഫാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു ഫാനിന്റെ സൗണ്ട് ആണ് കൂടുതലായിട്ട് ഡോമിനേറ്റ് ആയിട്ട് നിൽക്കുന്നുവെങ്കിൽ മനസ്സിലാക്കാം നോയിസ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞത് ഒട്ടുമില്ല എന്നുള്ളത്. എന്നാൽ ഞാൻ മിണ്ടാണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ടാണ് കേട്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് മനസ്സിലാക്കാം നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ്. ആ ഒരു നോയിസ് ക്യാൻസലേഷൻ ഒക്കെ കൊണ്ട് നല്ലൊരു മൈക്ക് ഔട്ട്പുട്ട് തന്നെയാണ് ലഭ്യമാകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Oppo Enco M31 നിന്നും ഔട്ട്സൈഡ് നിൽക്കുമ്പോൾ ഉള്ള ഒരു ക്വാളിറ്റിയാണ്. നല്ല റഷ് ആയിട്ടുള്ള റോഡാണ് ആക്ച്വലി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു നോയിസ് ക്യാൻസലേഷൻ എന്തുമാത്രം ഇതിൽ ലഭ്യമാകുന്നു എന്നുള്ളത്. ഞാൻ ഇനി കുറച്ചൊന്ന് മിണ്ടാതെ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഡോർ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു AKM-ഉം അതുപോലെ തന്നെ M416 എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ആക്ച്വലി M762 ആണ് ഞാൻ ആദ്യം എടുത്തതെന്നുള്ളതാണ്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് AKM അല്ല M762 ആണെന്നുള്ളത്. ജസ്റ്റിൻ ജെയിംസ് ആണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് വെടിവെച്ച് കാണിച്ചു തരാം. ഇത് നോക്കിക്കോളൂ, കണ്ടോ. ഇനി സിംഗിൾ ടാപ്പ് കാണിച്ചു തരാം, കണ്ടോ. ഇനി M416. അപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാകും Oppo Enco M31 നിന്നും ആ ഒരു ഗെയിം കളിക്കുമ്പോൾ, പ്രത്യേകിച്ച് PUBG പോലുള്ള ഗെയിമുകളൊക്കെ കളിക്കുമ്പോഴുള്ള ലേറ്റൻസി. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഹോൺ അടിച്ച് കാണിച്ചു തരാം. ടാപ്പ് ടാപ്പ്. കണ്ടോ, വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല ഒരു ആ ഒരു ലേറ്റൻസി, വലിയ ഒരു എന്താ പറയുക, ഒരു ഡിലേയും ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടോ മനസ്സിലാകുന്നതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ മനസ്സിലാകുന്നതാണ്. ഒന്നുകൂടി ഫയർ കാണിച്ചു തരാം.
അപ്പോൾ ഇതാണ് നമ്മുടെ Oppo Enco M31 യൂസ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ഔട്ട്പുട്ട്. അതിന് ഗെയിം കളിക്കുമ്പോഴായാലും അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോഴായാലും മൈക്ക് ക്വാളിറ്റി ആയാലും. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് Oppo Enco M31നെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് കൺസിഡർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.